മലമുകളിലേക്ക് റോഡുകൾ വെട്ടുമ്പോൾ എന്തുകൊണ്ടാണ് അവ വളഞ്ഞുപുളഞ്ഞു പോകുന്നത്? നേരെ കുത്തനെ റോഡ് വെട്ടിയാൽ വണ്ടികൾക്ക് കയറാൻ വലിയ പ്രയാസമായിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ചരിവുതലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന ലഘുയന്ത്രമാണ്. ഉയരത്തിലേക്ക് കയറേണ്ട ദൂരം കൂട്ടുമ്പോൾ കൊടുക്കേണ്ട ബലം കുറയുന്നു. ഭാരമുള്ള തടികൾ ലോറിയിൽ കയറ്റാൻ പലക വയ്ക്കുന്നതും ഇതുകൊണ്ടുതന്നെയാണ്. സ്ക്രൂ യഥാർത്ഥത്തിൽ ഒരു ചരിവുതലമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരാണിയിൽ ചുറ്റിയിരിക്കുന്ന ചരിവുതലമാണ് സ്ക്രൂവിന്റെ ത്രെഡുകൾ. അതുകൊണ്ടാണ് സ്ക്രൂ തിരിക്കുമ്പോൾ അത് എളുപ്പത്തിൽ ഉള്ളിലേക്ക് കയറുന്നത്. അടുത്തതായി നമുക്ക് കപ്പികളിലേക്ക് വരാം. കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ നമ്മൾ കപ്പി ഉപയോഗിക്കാറില്ലേ? കപ്പി ഉപയോഗിക്കുമ്പോൾ ബലം താഴേക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അത് ജോലി എളുപ്പമാക്കുന്നു. ഇതിനെ സ്ഥിരകപ്പി അല്ലെങ്കിൽ ഫിക്സഡ് പുള്ളി എന്ന് വിളിക്കുന്നു. എന്നാൽ ചലിക്കുന്ന കപ്പികൾ ഉപയോഗിച്ചാൽ ഭാരം പകുതിയായി കുറയ്ക്കാം. വലിയ ഭാരങ്ങൾ ഉയർത്താൻ ക്രെയിനുകളിൽ കപ്പികളുടെ കൂട്ടം ബ്ലോക്ക് ആൻഡ് ടാക്കിൽ ഉപയോഗിക്കുന്നു. ഗിയറുകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലഘുയന്ത്രം. സൈക്കിളിലും വണ്ടികളിലും ഗിയറുകൾ വേഗതയും ബലവും നിയന്ത്രിക്കുന്നു. വലിയ ഗിയർ ചെറിയ ഗിയറിനെ തിരിക്കുമ്പോൾ വേഗത കൂടുന്നു. എന്നാൽ ചെറിയ ഗിയർ വലിയ ഗിയറിനെ തിരിക്കുമ്പോൾ ബലം അല്ലെങ്കിൽ ടോർക്ക് കൂടുന്നു. മല കയറുമ്പോൾ നമ്മൾ ലോ ഗിയർ ഇടുന്നത് ബലം കൂട്ടാനാണ്. നിരപ്പായ റോഡിൽ ഹൈ ഗിയർ ഇടുന്നത് വേഗത കൂട്ടാനുമാണ്. ഗിയറുകൾ പരസ്പരം കുരുത്തിരുന്ന് ചലനത്തിന്റെ ദിശ മാറ്റാനും സഹായിക്കുന്നു. ലഘുയന്ത്രങ്ങൾ നമ്മുടെ അധ്വാനം കുറയ്ക്കാൻ സഹായിക്കുന്ന കൂട്ടുകാരാണ്. യാന്ത്രിക ലാഭം അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന ആശയമാണ് ഇതിനെല്ലാം പിന്നിൽ. ചരിവുതലത്തിന്റെ നീളം കൂടുന്തോറും യാന്ത്രിക ലാഭം കൂടുന്നു. പരീക്ഷയ്ക്ക് സ്ക്രൂ ഒരു ചരിവുതലമാണെന്ന് തെളിയിക്കാൻ ചോദിക്കാം. ഗിയറുകളുടെ പ്രവർത്തനവും കപ്പികളുടെ ഉപയോഗവും പ്രധാനപ്പെട്ടതാണ്. ഈ യന്ത്രങ്ങളുടെ ശാസ്ത്രം മനസ്സിലാക്കിയാൽ എഞ്ചിനീയറിംഗ് പഠനം എളുപ്പമാകും. ചുറ്റുമുള്ള ലഘുയന്ത്രങ്ങളെ നിരീക്ഷിക്കാൻ മറക്കല്ലേ.